ചില ന്യൂസുകളൊക്കെ കാണുമ്പോഴേ ഇതൊന്നും വി ആർ നോട്ട് സപ്പോസ് ടു നോ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടില്ലേ. ഇതെന്താ സംഭവം, വാട്ട് ദ ഫക്ക് ഈസ് ഗോയിങ് ഓൺ എന്നൊരു ചിന്ത വരുന്ന ആ ഒരു ചിന്തനെ ഒരു 10 ഇരട്ടിയാക്കി എങ്ങനെയുണ്ടാവും. അതാണ് ഡിഡി ട്രയൽസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിഡി ട്രയൽസ് പറഞ്ഞാൽ അറിയാലോ, പി ഡിഡിൻ്റെ ട്രയലാണ്. പി ഡിഡി എ ഷോൺ കോംസ് അല്ലെങ്കിൽ ഡിഡി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡിയുടെ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട്. അതായത് ഡിഡി എന്ന് പറയുന്ന ആൾ വലിയൊരു റാപ്പറാണ്, ബില്യനറാണ്, മ്യൂസിക് പ്രൊഡ്യൂസറാണ്. നിങ്ങൾ പല പാട്ടിലും ചിലപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പുള്ളിയുടെയാണ് ലോസ് ഏഞ്ചലസ് ബേസ്ഡ് ആയിട്ടുള്ള ബാഡ് ബോയ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെക്കോർഡ് ലേബിൾ. അതിലാണ് നമ്മുടെ ബിഗ്ഗി സ്മോൾസ് ഒക്കെ ഉള്ളത്, നൊട്ടോറിയസ് BIG ഒക്കെ ഇല്ലേ, പുള്ളിയൊക്കെ ഉള്ളത് അതിലാണ്. അപ്പോൾ പണ്ട് തൊട്ടേ ഈ ബാഡ് ബോയ് റെക്കോർഡ്സ് ഉള്ളത് നല്ല കറക്റ്റ് പേരാണ്, പുള്ളിക്ക് അറിഞ്ഞിട്ട പേരാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ സ്വഭാവമാണ് ഈ ഡിഡി പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പണ്ട് തന്നെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ലോസ് ആഞ്ചലസും ന്യൂയോർക്കും തമ്മിൽ ഒരു റൈവൽറി, ഒരു അടിപിടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിലൊക്കെയാണ് നമ്മുടെ ടൂപാക്കൊക്കെ മരിച്ചത്, ബിഗി മരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ, ഈ ടൂപാക്ക് മരിച്ചതിൻ്റെ പിന്നിൽ ആക്ച്വലി ഡിഡി ആണെന്ന് അന്ന് മുതൽ ഒരു റൂമർ ഇവരുടെ ആ ഒരു സർക്കിൾസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിട്ടുപോയി എന്നാണ് അതിൻ്റെ ഒരു സംഭവം. പി ഡിഡി എന്ന് പറയുന്ന ഇയാൾ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അയാളെ പോയി കൊല്ലുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ബില്യണേഴ്സാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, ബില്യണറാണ്. എന്ത് ചെയ്യാം, കുറേ പൈസ പൊട്ടിച്ച് കളയുക, കുറേ യോട്ട് മേടിക്കുക, ഒരു എയർപ്ലെയിൻ പ്രൈവറ്റ് ജെറ്റ് മേടിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനൊന്നും ഇല്ല ആക്ച്വലി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുക. എന്താ തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യുക. അതിപ്പോൾ ലീഗലായാലും ഇല്ലീഗലായാലും ഒന്നും വരാനില്ല. കാരണം എന്താണ്, നമ്മളൊക്കെ ബില്യണറല്ലേ, അപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബേസിക്കലി. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, കുറച്ച് ഹോളിവുഡിൽ ഫെയിം ഉണ്ടെങ്കിലോ പൈസ ഉണ്ടെങ്കിലോ എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ഫാൻസും ഉണ്ടാവും. കോടതി ഇപ്പോൾ കേസ് പോയാലും സിമ്പിളായിട്ട് ഊരിപ്പോരാൻ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ കേസുകളിൽ, അതായത് ഈ സെക്സ് ട്രാഫിക്കിങ്, റാക്കറ്റീറിങ്, ബ്ലാക്ക് മെയിലിങ്, അങ്ങനത്തെ ഉള്ള ഈ കേസുകൾ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ എതിരെ വരുമ്പോൾ അതൊന്നും നിൽക്കാറില്ല. കാരണം ആരും മുന്നോട്ട് വരില്ല, കേസ് കൊടുക്കാൻ തന്നെ വരില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഡിഡി കേസിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഡിഡിനെ അവസാനം അറസ്റ്റ് ചെയ്തു. ഇത്രയും പണ്ടോട്ടേ തുടങ്ങിയതാണ്, എൻ്റെ ഇപ്പോഴാണ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 2024 അറസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ട്രയൽസ്, അതായത് കോടതിയിൽ വാദങ്ങൾ, ഡിഫൻസ് വക്കീലും ബാക്കിയുള്ള വക്കീലന്മാരൊക്കെ കൂടി വാദിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്കിലെ കോടതിയിലാണ് അത് നടക്കുന്നത്. അപ്പോൾ അവിടെ ക്യാമറാസ് ഒന്നും അലൗഡല്ല. പക്ഷെ കുറേ ഈ മീഡിയ ആൾക്കാരും ഈ ടിക്ടോക്കിലൊക്കെ ഉള്ള ടീംസൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അലൗഡാണ്. അപ്പോൾ അവരിങ്ങനെ ഇൻഫർമേഷൻ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷനും കൂടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓഫ് ദ റെക്കോർഡ് തൊട്ടുള്ള ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ ഫസ്റ്റ് എപ്പിസോഡോട് തന്നെ ഈ ചാനൽ പൂട്ടേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ നടക്കുന്നത്. ഒരു മയമില്ല. അതായത് നമുക്ക് ഇത് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം അത് കുറച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെപ്റ്റംബറിലാണ് ഡിഡിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ് ഈ പോലീസുകാർ ലോസ് ആഞ്ചലസിലുള്ള ഡിഡിയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് അവിടെ വെച്ച് കാണുന്നത്. ഒരു റൂം നിറച്ചും ബേബി ഓയിൽസാണ് അവർ കാണുന്നത്. ബേബി ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺസൻ്റെ ബേബി ഓയിലില്ലേ, അതിൻ്റെ ഒരു ലോഡ്. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അവർ പറയുന്നത് ഇത്രയും ബേബി ഓയിൽസ് അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല എന്നാണ്. അമ്മാതിരി ഒരു സംഭവം. അപ്പോൾ എന്തിനാണ് ഈ ബേബി ഓയിൽസ്? പിന്നെ കുറേ തോക്കും കാര്യം, അതിപ്പോൾ ഈ എല്ലാ റാപ്പേഴ്സിൻ്റെയും തപ്പിക്കഴിഞ്ഞാൽ കുറേ തോക്കും ഒക്കെ കിട്ടും. അത് അങ്ങനെയാണല്ലോ ആ ഒരു കൾച്ചർ. പക്ഷേ ഈ ബേബി ഓയിലിൻ്റെ കാര്യമാണ്. കുറേ മീംസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബേബി ഓയിൽ ഉണ്ട്. അപ്പോൾ ബേബി ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇറ്റ്സ് യൂസിങ് ഫോർ ഗേ സെക്സിനാണ് ബേസിക്കലി ഈ
ബേബി ഓയിൽ യൂസ് ചെയ്യുന്നത് ആസ് എ ലൂബ്രിക്കൻറ്റ്, അറിയാലോ. അപ്പോൾ അവിടെ തൊട്ടാണ് ഈ ഒരു കോൺസ്പിറസി ഇങ്ങനെ വരുന്നത്. ഇതെന്താ സംഭവം, ഇയാൾ ആരാണ്, ഇയാൾ ശരിക്കും ആരാണ്. ഡിഡി പാർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ്. നോ പാർട്ടീസ് ലൈക്ക് എ ഡിഡി പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെയിങ് തന്നെ ഉണ്ട് ഈ ഹോളിവുഡിൽ. ആൾക്കാർ ഇങ്ങനെ പല ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് പറയും, ഞാൻ ഡിഡി പാർട്ടിക്ക് പോയി, അവിടെ ഭയങ്കര സംഭവമായിരുന്നു, വേറെ ഒരു പാർട്ടി പോയാലും ആ ഒരു വൈബ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ തള്ളി മറിക്കും. എന്നിട്ട് ഇപ്പോൾ ഒരാളും ഞങ്ങൾ പാർട്ടിക്കൊന്നും പോയിട്ടില്ല, ഞങ്ങൾ നേരത്തെ ഇറങ്ങി, പാർട്ടി ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ കേട്ട ചിരിച്ച് ചാവാം. അമ്മാതിരി ഒരു കോണ്ടൻസ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ സെലിബ്രിറ്റി ലിസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കാന്യെ വെസ്റ്റ് ഉണ്ട്. കാന്യെ വെസ്റ്റ് ഓപ്പണായിട്ട് പറഞ്ഞു ഡിഡിനെ റിലീസ് ചെയ്യണം. പുള്ളി പിന്നെ പറയുന്നതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനത്തെ ഓരോ നാളല്ലോ. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ പിന്നാലെയും ജ്യൂസിൻ്റെ പിന്നാലെയൊക്കെ ആണല്ലോ പുള്ളി ഉണ്ട് ലിസ്റ്റിൽ. ബിയോൺസെ ജെയ്സി കപ്പിളാണ്, അവരും ഉണ്ട്. അതായത് എന്താ പറയുക, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പവർഫുൾ കപ്പിൾ എന്നൊക്കെ വിളിക്കുന്ന ജെയ്സിയും ബിയോൺസെയും ഉണ്ട്. ജസ്റ്റിൻ ബീബർ ഉണ്ട്. ജസ്റ്റിൻ ബീബറിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. ജസ്റ്റിൻ ബീബർ പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്നറിയില്ല, അതിന് മുന്നേ ആണോ എന്നറിയില്ല. ഒരു വീഡിയോ തന്നെ ഉണ്ട് ഡിഡി പറയുന്നത്, ഈ കുറച്ച് ദിവസം നമ്മൾ ഒരുമിച്ചായിരിക്കും, നമ്മൾ പറയുന്നതൊന്നും പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻ്റ് ആണ്. കാരണം ആരുമില്ല അവരൊന്നും ചാലഞ്ച് ചെയ്യാനോ ഒന്നുമില്ല, അവർക്ക് തോന്നി ചെയ്യുക. ബാഡ് ബോയ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ ആവുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഉള്ളത് അഷറുണ്ട്. പിന്നെ ഉള്ളത് 50 സെൻറ്റ് ഇൻവോൾവ് അല്ല, അത് വേറൊരു കേസാണ്, ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് ഏതാണ്, പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ആൾക്കാരുടെ പേര് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. മേജറായിട്ടുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആഷ്ടൺ കുച്ചർ ഒരു പാർട്ടി നടത്തി, പാർട്ടി ഹോസ്റ്റായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഈ ഹോളിവുഡ് സെലിബ്രിറ്റീസിൻ്റെ ഇപ്പോൾ ഇതുവരെ ഈ ട്രയൽസിൽ പേര് വന്നിട്ടുള്ളത് ഇത്രയും ആൾക്കാരാണ്. പിന്നെ ആക്ച്വലി ഫോട്ടോ എവിഡൻസ് ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിക്കാപ്രിയോ ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൽ ജെന്നിഫർ ലോപ്പസും ഒരു സമയത്ത് ഡിഡി ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും, കുറേ സെലിബ്രിറ്റീസ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ ട്രയലിൽ ഇപ്പോൾ ഈ പേരൊക്കെയാണ് ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഡിനെ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സംഭവം സംഭവിച്ചു. 120 ആൾക്കാർ മുന്നോട്ട് വന്നു. അതായത് ഡിഡിക്കെതിരായിട്ടുള്ള അലിഗേഷനിൽ 120 ആൾക്കാർ മുന്നോട്ട് വന്നു. അതിൽ 60 പേര് ആണുങ്ങളും 60 പേര് പെൺകുട്ടികളുമാണ്. അതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ 25 പേര് ഈ 120-ലെ മൈനേഴ്സ് ആയിരുന്നു ഇത് സംഭവിക്കുന്ന സമയത്ത്. അതിലൊരു ആൾ, അത് ഇതൊക്കെ റൂമർ, അത് നമുക്ക് എക്സാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് കൺഫേം റൂമറാണ്. 8 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പെൺകുട്ടിക്ക് 8 വയസ്സേ പ്രായമുള്ളൂ. ഇത് സംഭവം നടന്ന് 1991-ലാണ്. അന്ന് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചു. ഇത്ര കാലം അവർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് ആവശ്യമുള്ള പൈസ കിട്ടി, അവർക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ അവർക്കൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ബാഡ് ബോയ് റെക്കോർഡ്സ് കയറണോ, അപ്പോൾ അതെല്ലാം സാധിച്ചു. അപ്പോൾ ഇത്രയും ആൾക്കാർക്കും ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് എണിച്ചു വന്നു എല്ലാവരും. 120 ആൾക്കാർ, ഡിഡി ഞങ്ങൾ ഇത്ര കാലം പീഡിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ ട്രയൽസ് തന്നെ നടക്കുന്നത്. കാരണം വിറ്റ്നസ്സും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ട്രയലിൻ്റെ കോടതിയിൽ കേസ് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡിഡി കുടുങ്ങിയിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ട്രയൽസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നത്. പക്ഷേ അതിന് മുന്നേ ഒരു കോൺസ്പിറസി ആംഗിൾ ഉണ്ട്. അതായത് വൈ നൗ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര കാലം എപ്പം തുടങ്ങിയാണ്, ബിഗ്ഗി സ്മോൾസൊക്കെ മരിച്ചിട്ട് തന്നെ കൊല്ലങ്ങളായി. അപ്പോൾ ഇത്രയും കാലമായിട്ട് പുള്ളി ചെയ്തത് പെട്ടെന്ന് ഇപ്പം എല്ലാം കൂടി പുറത്ത് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ്, കോൺസ്പിറസി ആംഗിൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ കുറച്ച് ട്രയൽസിലെ നിങ്ങൾ അതിനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രയൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ തോന്നിയവാസമാണ് ഡിഡി ചെയ്തിരിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രീക്ക് ഓഫ്സ് എന്നുള്ളൊരു പേര്
പുതിയൊരു പേരാണ്. ഈ ഹോളിവുഡ് സെക്സ് പാർട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഹോളിവുഡ് സെക്സ് പാർട്ടീസിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇവർ ഈ പൈസക്കാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇവരുടെ വിയേർഡ് ഫാൻറ്റസീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്തുക. അപ്പോൾ ചില ആൾക്കാർ അവരിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ആ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരിനെ ഇവരുടെ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് നൈസാക്കുക. അപ്പോൾ അങ്ങനത്തെ പരിപാടികളാണ് മൊത്തം. ഡിഡിയുടെ ഇങ്ങനത്തെ ഹോളിവുഡ് പാർട്ടീസിനെ ഇപ്പോൾ വിളിക്കുന്ന ഒരു പേരാണ് ഡിഡീസ് ഫ്രീക്ക് ഓഫ്സ്. ഫ്രീക്ക് ഓഫ് എന്നാണ് ഈ ഇങ്ങനത്തെ. അപ്പോൾ ഫ്രീക്ക് ഓഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഹോളിവുഡ് സെക്സ് പാർട്ടി ബൈ ഡിഡി ആണ് സംഭവം. അപ്പോൾ ഇനി അത് ഇനി കുറേ കേൾക്കാനുണ്ട് ഫ്രീക്ക് ഓഫ് എന്ന്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഫ്രീക്ക് ഓഫുകളിലൊക്കെ പൊളിച്ച് അതെല്ലാം പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞത് കാസി വെഞ്ചൂറ എന്ന് പറഞ്ഞിട്ട് ഡിഡിയുടെ 10 കൊല്ലം ഗേൾ ഫ്രണ്ട് ആയിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ഇതിലേറ്റവും വലിയ ഐറണി എന്താ വെച്ച് കഴിഞ്ഞാൽ 2018 അവർ ബ്രേക്കപ്പ് ആവുന്നത്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി വേറെ ഒരാളിനെ കല്യാണം കഴിച്ച് അതിൽ 2-3 കുട്ടികളുണ്ട്. ഈ ട്രയലിന് വന്നില്ലേ, ഈ വിറ്റ്നസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ആ കോടതിയിൽ വന്ന് നിൽക്കുന്നില്ലേ കാസി വെഞ്ചുറ, അപ്പോൾ കാസി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നത് കോടതി വന്നിട്ട്. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്ക് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഡി സെലക്ട് ചെയ്യും. അതായത് ഡിഡി ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എല്ലാം ഡയറക്റ്റ് ചെയ്യും. പുള്ളി പറയുന്ന പോലെ മെയിൽ എസ്കോട്ട്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഫ്രീക്ക് ഓഫ്സിന് വിളിക്കും. ഫ്രീക്ക് ഓഫിന് വിളിക്കുമ്പോൾ ഹൈലി ഡ്രഗ്ഡ് ആയിരിക്കും എല്ലാവരും. അത് എക്സ്റ്റസി എന്ന് പറയുന്നുണ്ട്, വേറെ പിൽസും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവമാണ്. മൊത്തം എല്ലാവരും ഡ്രഗിലായിരിക്കും, ഹെവി ഡ്രഗിലായിരിക്കും, ഇൻക്ലൂഡിങ് കാസി ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കാസി പറയുന്നത് ഞാൻ ഭയങ്കര ഡ്രഗ്ഡായിരുന്നു ആ ഒരു സമയത്ത്. ഡിഡിയുടെ മെയിൻ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഡി മെയിൽ എസ്കോട്ട്സിനെ വിളിച്ചിട്ട് കാസിയുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടും. അപ്പോൾ ഈ ഒരു സെക്ഷൽ ആ ഒരു സംഭവം കണ്ടിട്ട് ഡിഡി മാസ്റ്റർബേറ്റ് ചെയ്യുമെന്നും, ഡിഡിക്ക് ഇതാണ് ഡിഡിയുടെ ഒരു സംഭവം. അതായത് ഡിഡി ആയിട്ട് സെക്സ് ചെയ്യുന്നില്ല, ഡിഡി വേറെ മെയിൽ എസ്കോട്ട്സിനെ വിളിക്കുക, ഡെയിലി ഓരോ എസ്കോട്ട്സിനെ വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ കാസിയായിട്ട് സ്വന്തം ഗേൾ ഫ്രണ്ടാണ്, അപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലൊക്കെ പോലെ ഒരു സംഭവമാണ് ഡിഡി ചെയ്യുന്നത്. കക്കോൾഡ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഡിഡി ഇവിടെ ചെയ്തിരിക്കുന്നതാണ് കാസി പറയുന്നത്. വിയേർഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിഡി ചെയ്ത വേറൊരു കാര്യം, ഡിഡി വേറൊരു റൂമിലായിരിക്കും. അപ്പോൾ ഈ ഒരു മെയിൽ എസ്കോട്ട് കാസിയുടെ അകത്ത് ഫിനിഷ് ചെയ്യും. എന്നിട്ട് ആ ഫിനിഷ് ചെയ്ത കമ്മ് ഡിഡിയുടെ നിപ്പിൾസിൽ പോയിട്ട് തേച്ച് കൊടുക്കും ആര്, കാസി. ഇത് ആക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നല്ല. ഇഫ് യു ക്യാൻ ചെക്ക്. അപ്പോൾ അതാണ് ഡിഡിയുടെ ചില സമയത്ത് വിനോദങ്ങൾ. പിന്നെ ഡിഡിയാണ് എന്ത് ഡ്രസ്സ് ഇടണം, ഏത് എസ്കോട്ട് വരണം, എന്ത് ഡ്രഗ്സ് എപ്പൊക്കെ യൂസ് ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്നത് ഡിഡിയാണ്. പിന്നെ ഈ ഫ്രീക്ക് ഓഫ് എന്ന് പറയുന്നത് 1 ദിവസം 2 ദിവസമല്ല, അത് 48 മണിക്കൂറും അങ്ങനെ 3-4 ദിവസം കണ്ടിന്യൂസ് ആണ് ഈ സംഭവം. നിർത്താണ്ടിരിക്കാനാണ് ആ ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. നിർത്താതെ ഫ്രീക്ക് ഓഫ്. എന്നിട്ട് ഒരു സമയത്ത് കാസി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് IV നമ്മൾ ഒരുപാട് ഹാങ് ഓവറൊക്കെ ആകുമ്പോൾ ഈ IV കുത്തിവെക്കില്ലേ, സലൈൻ മറ്റേ സംഭവം, അത് കുത്തിവെക്കേണ്ടി വന്ന ഒന്നൊന്നല്ല, അത് പല സമയത്തായിട്ട് കാസി IV ഡ്രിപ്പ് വരെ കയറ്റേണ്ടി വന്നിട്ടുണ്ട്. ഫ്രീക്ക് ഓഫിന് ശേഷം ഒന്ന് ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും 1-2 കൊല്ലമാണ് ഇത് കണ്ടിന്യൂ എന്ന്. അല്ല, 2007 മുതൽ 2018 വരെ 10 വർഷമാണ് ഇവർ തമ്മിൽ ഇങ്ങനത്തെ ഉള്ളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇറ്റ്സ് ക്രേസി. അതായത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് കാസി ഈ മര്യാദയ്ക്ക് ഈ കേസ് നടക്കാത്തതും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിയോട് അവർ കോടതിയിൽ ചോദിക്കുന്നുണ്ട്, ഡിഡ് യു എൻജോയ്ഡ് ഇറ്റ്? അതായത് ഈ ഒരു ഫ്രീക്ക് ഓഫ്സൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ ഈ വിയേർഡ് ഫാൻറ്റസീസൊക്കെ? അപ്പോൾ കാസി പറയുന്നത് അതെ, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം ഞാൻ ഡിഡി ആയിട്ട് അത്രയും ഇഷ്ടത്തിലായിരുന്നു. ഡിഡി എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. ഡിഡി ഹാസ് ദാറ്റ് പവർ ഓവർ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഇങ്ങനത്തെ ഉള്ള കേസുകളൊന്നും ആരും ജയിക്കാത്തത്. കാരണം അവരായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ പറയുമ്പോൾ കുറേ കേസുകളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കൂടെ നമുക്ക് വിയേർഡായിട്ട് തോന്നുമെങ്കിലും ഇതാരും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്തു എന്നല്ല. അവർ തന്നെ പറയുന്നുണ്ട് ഡിഡ് യു എൻജോയ്ഡ്, എൻജോയ്ഡ്. ഞാൻ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം നുണ പറയാൻ പറ്റില്ല, അതിൽ തെളിവും കാര്യങ്ങളൊക്കെ ഡിഡിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബാക്ക് ഫയർ ചെയ്യാൻ പോകുന്നത് ഈ കേസിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ വേറൊരു സംഭവമാണ് ഈ ഡിഡിയുടെ ഒരു ഫൂട്ടേജ്, CNN പുറത്തുവിട്ടൊരു ഫൂട്ടേജാണ്. അവിടെയാണ് കളി കുറച്ച് മാറുന്നത്. അതായത് ഈ ഫിസിക്കൽ അസോൾട്ട്, ഈ വയലൻ്റ്, ഡിഡി ഭയങ്കര വയലൻ്റാണ്, പറഞ്ഞ കേട്ടില്ലെങ്കിൽ അടിച്ച് ഇല്ലാതാക്കുമെന്ന് കാസി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് നമുക്കിവിടെ കാണാൻ പറ്റും. ആക്ച്വലി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ വെച്ചിട്ട് 2016 നടന്നൊരു CCTVൻ്റെ ഫൂട്ടേജാണിത്. യൂട്യൂബിലും എല്ലാത്തിലും ഉണ്ട്. CNN പണ്ട് പുറത്തു വിട്ടുണ്ട്. അന്ന് കണ്ട ഇത് പുറത്തു വിട്ടു. ഇത് എമ്മാതിരി വീഡിയോ അറിയോ, പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും ഒന്നും ആർക്കും കേസെടുക്കാനോ, ഈ 120 പേരൊന്നും അന്ന് ഉറങ്ങായിരുന്നു, അന്ന് ആർക്കും ഇത് വരാൻ വയ്യ. അതാണ് ഞാൻ കോൺസ്പിറസി ആംഗിളുടെ കാര്യം പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ കണ്ടിന്യൂസ്ലി കാസിയുടെ മേലെ യൂറിനേറ്റ് ചെയ്തിട്ടുണ്ട്. പൂളിൽ ബേബി ഓയിലിൻ്റെ പൂൾ ഉണ്ടാക്കുന്ന പറയുന്നത്, അതായത് ചെറിയ ഇൻഫ്ലേറ്റഡ് സംഭവമില്ല, അതിൽ ബേബി ഓയിലിൻ്റെ പൂൾ ഉണ്ടാക്കും. അതായത് ഒരു ഇൻഫ്ലേറ്റഡ് ഈ സംഭവമില്ലേ, ഈ ചെറിയ പിള്ളേരൊക്കെ കളിക്കുന്ന ആ സാധനത്തിൽ മുഴുവൻ ബേബി ഓയിൽ ഇടും. എന്നിട്ട് അതിൽ ചാടി കളിക്കാനൊക്കെ പറയും ഈ കാസിൻ്റെ അടുത്തും. ഈ മെയിൽ എസ്കോട്ട്സ് അവരാണല്ലോ അവരുടെ പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ കുറേ ഇൻസ്റ്റൻസാണ്, അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നത്. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരിക്കതുപോലെ എൻ്റെ ഡ്രഗ് നീ കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബോട്ടിൽ നിന്ന്, എവിടെ കാൻസ് എന്ന് നടക്കുന്നത് ആ ഒരു അങ്ങനത്തെ ഒരു കോസ്റ്റൽ ഏരിയയിലാണ്, അവിടെ വലിയ യോട്ടിലൊക്കെയാണ് ഇവർ പോവുക. അപ്പോൾ ഈ യോട്ടിൽ നിന്ന് കാസിനെ എടുത്തിട്ട് വെള്ളത്തേക്ക്, ഓഷ്യനിക്ക് എറിഞ്ഞിട്ടുണ്ട് അത്ര. എന്നിട്ട് ഒരു കുഴപ്പമില്ല. അതാണ് അവിടെ കോപ്പി. സെയിം ഡേ ആ ഓഷ്യനിക്ക് എറിഞ്ഞ സെയിം ഡേ റെഡ് കാർപ്പറ്റിൽ ഡിഡിയും കാസിയും കൂടെ നിൽക്കുന്ന വീഡിയോസും ഫൂട്ടേജസും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ എന്തിനാണ് നിങ്ങൾ പിന്നെ റെഡ് കാർപ്പറ്റിൽ പോയത്, നിങ്ങൾ ഇത്രയും വൈൽഡായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പോയത്? അപ്പോഴും അവർക്ക് പറയുന്ന ആൻസർ അതാണ്, ഡിഡി ഒരുപാട് ഫൂട്ടേജസ് എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രീക്ക് ഹൗസിൻ്റെ, അത് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഡിഡി ഒരുപാട് ഫ്രീക്ക് ഹൗസിൻ്റെ ഫൂട്ടേജസ് എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവിടെ കുറച്ച് കളി മാറും. അതിപ്പോൾ ഡിഡ് യു എൻജോയ്ഡ് എന്ന് ചോദിച്ച പോലെ തന്നെ ഇവിടെ രക്ഷപ്പെടാൻ പോയപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളൊരു സംഭവം കൂടെ അതിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഡിഡിക്കെതിരെ ഇത്രയും ചാർജസ്. ഡിഡിക്കെതിരെ ചാർജസ് ഇപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങിനുണ്ട്, സെക്സ് ട്രാഫിക്കിംഗ് ഉണ്ട്, ഇല്ലീഗൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അമേരിക്കയിൽ എന്തോ അതൊന്ന് ചെക്ക് ചെയ്യണം, പക്ഷേ അങ്ങനെ എന്തോ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ റീകോ ചാർജസിലാണ് ഇവരിത് പിടിക്കാൻ നോക്കുന്നത്, റാക്കറ്റിയറിങ് എന്നുള്ള മെയിൻ ഒരു കൺസേൺ വെച്ചിട്ട്. അപ്പോൾ അത്രയും ചാർജസാണ് ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഡിഡിക്കെതിരെ ഉള്ളത്. അതായത് ഡിഡി റേപ്പ് ചെയ്തു എന്ന് വരെ കാസി പറയുന്നുണ്ട്. അതായത് വില്ലിങ് അല്ലാണ്ട് പോലും എന്നെ സെക്സിന് യൂസ് ചെയ്തു എന്ന് കാസി പറയുന്നുണ്ട്. പിന്നെയും അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഡിന്നറിന് പോയി, ഞങ്ങൾ ഒരു ഗുഡ് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് ആ ഒരു വിരോധാഭാസം കിടക്കുന്നത്. എനിക്കിത് ഐ ഡോണ്ട് നോ വൈ ദീസ് പീപ്പിൾ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇത് അബ്യൂസ് ഓഫ് പവറാണ്. അബ്യൂസ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു റെക്കോർഡ് ലേബിളിൻ്റെ ഓണറാണ്, നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റിനെ ഫേമസ് ആക്കാം, ആർട്ടിസ്റ്റിനെ ഇല്ലാതാക്കാം. നിങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും യെസ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇവരുടെ കൂടെയുണ്ട്. അതിൽ ഒരു അകപ്പെട്ട് പോയി, ഒരു എന്താ പറയുക, നിർഭാഗ്യവശാൽ കാസി അതിൽ വന്ന് പെട്ടു. അതിൽ കാസി ഈക്വലി ഇപ്പം ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈക്വലി
തെറ്റുകാരിയാണെന്ന് ഞാനും പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഫുള്ള് ഈ ഇവരുടെ ഫുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇവരുടെ ഈ ചോദ്യ ഉത്തരം കുറേ സംഭവമുണ്ട്, കുറേ പേജസ് ഉണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താവും. കാരണം ഒരു സമയത്ത് പറയും ഇത് എന്നെ ഫുൾ പീഡിപ്പിച്ചു, എന്നെ വയലൻ്റ് ഇടിച്ചു, എനിക്ക് മുഖത്ത് ഇത് ചെയ്തു, എന്നെ മുടി പിടിച്ച് വലിച്ചു, ആ ഫുട്ടേജ് നിങ്ങൾ കണ്ടില്ലേ, ആ ഹോട്ടലിൽ കൂടെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെഡ് കാർപ്പറ്റിൽ പോയിട്ട് ഞങ്ങൾ ചിരിച്ച് ഞങ്ങൾ ഹാപ്പി ഫാമിലി ചിരിച്ച് കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ കാണുന്നില്ല. അതായത് പുറത്തൊക്കെ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുക, അകത്ത് ഇങ്ങനെ ഇടിയും സെക്സ് പാർട്ടീസും ഫ്രീക്ക് ഓഫ്സും കൈൻഡ് ഓഫ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ കാസിൻ്റെ കാര്യം ഇതൊക്കെയാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാം കൂടെ പുറത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പൂട്ടേണ്ടി വരും. അപ്പോൾ ഇനി അടുത്ത ആർട്ടിസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ് കഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, റാപ്പറാണ്, മ്യൂസീഷ്യനാണ്. എല്ലാവർക്കും അറിയാം. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്ങൊക്കെ പുള്ളിയുടെയാണ്. അവിടെയാണ് വേറൊരു സംഭവം. അതായത് ഇതാണ് ഈ അബ്യൂസ് ഓഫ് പവറിൻ്റെ വേറൊരു എക്സാമ്പിളാണിത്. 2011 കാസിയും കിഡ് കഡിയും കൂടെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അവർ തമ്മിൽ കുറച്ച് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡി ഇത് അറിഞ്ഞിട്ട് 2012 കിഡ് കഡിയുടെ കാറ്, കൺവേർട്ടിബിൾ പോർഷ കാറ് കിഡ് കഡിയുടെ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് കത്തിച്ചിട്ടുണ്ട്. ഫയർ ബോംബ് വെച്ച് പൊട്ടിച്ചു തകർത്തു എന്നൊക്കെയാണ് കിഡ് കഡി എന്നെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കിഡ് കഡിയുടെ വീട്ടിൽ വന്ന് കഡിയുടെ ഡോഗിനെ ലോക്ക് ചെയ്തു, ബാത്റൂമിലിട്ട് ലോക്ക് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇയാൾക്ക് ആരൊന്നും പേടിയില്ല. കിഡ് കഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഫേമസ് എന്ന് പറയാൻ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾ തന്നെയാണ്. അയാളിലൊക്കെ അങ്ങനെ പുല്ല് വിലയാണ്. നീ എൻ്റെ ക്യാഷിന് തട്ടിയെടുക്കും, ഒന്നാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പവർ മൂവ് മനസ്സിലായില്ലേ. കാറങ്ങോട്ട് കത്തിക്കുക, പട്ടിനെ ബാത്റൂമിൽ ലോക്ക് ചെയ്തിടുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ഓരോ വിനോദങ്ങൾ. ഇനിയും നിങ്ങൾക്ക് ഈ ട്രയൽസിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ യൂട്യൂബിലും ഈ ഡിഡിയുടെ പല ബോഡി ഗാർഡ്സ് ഉണ്ട്. ഇയാൾക്ക് കുറേ ബോഡി ഗാർഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മെയിൽ എസ്കോർട്സ് കുറേ പേര് പോയിട്ടുണ്ട്. ആ മെയിൽ എസ്കോർട്സ് തന്നെ വന്നിട്ട് പല കാര്യങ്ങളും പുറത്ത് പറയുന്നുണ്ട്. അത് ഈ ട്രയൽസിൽ കൂട്ടില്ല. ഇതെല്ലാം അണ്ടർ ഓത്താണ് പറയുന്നത്. അതായത് മറ്റേ സത്യം മാത്രമേ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ, ആ ഒരു സംഭവമില്ല, അണ്ടർ ദി ഓത്ത് എന്ന് പറയും അമേരിക്കയിൽ. അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഈ കിഡ് കഡിയും കാസിയൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും നുണ പറയാൻ പറ്റില്ല. നുണ പറഞ്ഞാൽ അവർക്ക് അതിന് ഇഷ്യൂസ് വരും. ബാക്കി ഇങ്ങനെ കുറേ അത് അറിയാമല്ലോ, വ്യൂസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സാധനം. അപ്പോൾ ഇഷ്ടംപോലെ ജെയ്മി ഫോക്സില്ലേ സിനിമ നടൻ, ജെയ്മി ഫോക്സിനെ പോയ്സൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഡിഡിയുടെ ഒരു ബോഡി ഗാർഡ് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ പറയുന്നുണ്ട് ഒരു ഡ്രഗ് കൊടുത്തു, ആഡ്വിൽ എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചതിന് ശേഷം ജെയ്മി ഫോക്സ് 22 ദിവസം കഴിഞ്ഞിട്ടാണ് എണീച്ചത് എന്ന് പറയുന്നുണ്ട്. ഡിഡിയുടെ പാർട്ടിയിൽ വന്നിട്ടാണ് ആ ഡ്രഗ് കിട്ടിയത്. 22 ദിവസം പുള്ളി കിടപ്പിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പല അലിഗേഷൻസ് വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റുമാരിനെ 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ ഓരോ ജോലികൾ ചെയ്യിപ്പിക്കും. അവരിനെ അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും. ഭയങ്കര വർക്കിംഗ് കണ്ടീഷനൊക്കെ മോശമായിരുന്നു. സ്വന്തം ഗേൾ ഫ്രണ്ടിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതൊക്കെ സ്വാഭാവികം. ഇതൊക്കെ അതാണ് ഇതിലെ മെയിൻ ഒരു സംഭവം. ആ സർക്കിളിൽ എല്ലാവർക്കും അറിയാം ഡിഡി ഇങ്ങനെയാണ്, ഷോൺ കോംസ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ്, ഇത്രയും ഒരു ദുഷ്ടനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ അസിസ്റ്റൻറ്റിൻ്റെ ജോലിക്കും ബോഡി ഗാർഡിൻ്റെ ജോലിക്കും എല്ലാ ജോലിക്കും പോകുന്നത് ആൾക്കാർ. കാരണം അയാൾ പവർഫുള്ളാണ്, അയാൾക്കത് ചെയ്യുക. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാവരുടേതും. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഡിഡി ട്രയൽസ് തുടങ്ങിയപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി ഈ സംഭവമൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കേസിലില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പുള്ളി അതിന് മുന്നേ ഈ അഡ്വക്കേറ്റ് മുന്നേ ചെയ്തൊരു കേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസാമ ബിൻ ലാദൻ വേഴ്സസ് അമേരിക്ക. ആ കേസാണ് പുള്ളി ഒസാമ ബിൻ ലാദനെ പ്രതിനിധീകരിച്ച് വന്ന വക്കീലാണ് ഡിഡിയുടെ ഈ കേസ് ഫയലൊക്കെ വായിച്ചിട്ട് ഞാനില്ല, നിങ്ങൾ എന്തുവേണം ചെയ്തോ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഡിഡിയുടെ വക്കീലന്മാർ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ പൈസ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ വക്കീലന്മാർ. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണ് ഇതിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം. 50 സെൻറ്റും ഡിഡിയും
പല സമയത്തായിട്ട് ഭയങ്കര ഫൈറ്റ് നടക്കുന്ന രണ്ടാൾക്കാരാണ്. അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. 50 സെൻറ്റ് ഓരോന്ന് പറയും, ഡിഡി അതിനെ എതിർത്ത് പറയും. അങ്ങനെ ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിൻ ഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ഈ ജെയിൻ ഡോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 സെൻറ്റിൻ്റെ പണ്ടത്തെ ഗേൾഫ്രണ്ടാണ്. ജെയിൻ ഡോയും 50 സെൻറ്റുമായിട്ട് റിലേഷൻഷിപ്പിൽ അവർക്കൊരു കുട്ടിയുണ്ട്. ആലോചിക്കണം. അപ്പോൾ ഇവർ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയല്ലോ. മറ്റേ കാസിയും ഡിഡിയും ആയിട്ട് 2018 ബ്രേക്കപ്പ് ആയി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഈ 2024 വരെ ഡിഡിയുടെ ഗേൾഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജെയിൻ ഡോ ആണ്. അപ്പം ജെയിൻ ഡോ എന്തിനാണ് ജെയിൻ ഡോനെ ഇപ്പോൾ ഡിഡി ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്, അതായത് ഗേൾഫ്രണ്ട് ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ടു ഫക്ക് വിത്ത് 50 സെൻറ്റ്. 50 സെൻറ്റിനായിട്ടുള്ള ആ ഒരു ദേഷ്യം കാരണം 50 സെൻറ്റിൻ്റെ ബേബി മോമായിട്ടുള്ള ജെയിൻ ഡോനെ ഗേൾഫ്രണ്ടാക്കി ഇത്രയും കൊല്ലം ഫ്രീക്ക് ഓഫിൽ കാസി പോയല്ലോ. അപ്പോൾ അതിന് പകരം ഒരാൾ വേണം. ജെയിൻ ഡോ ആണ് പിന്നീട് അങ്ങോട്ടുള്ള 18 തൊട്ട് ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഗേൾഫ്രണ്ടായിരുന്നു കേട്ടോ ജെയിൻ ഡോ. അതുവരെയുള്ള ഫ്രീക്ക് ഓഫിൽ ഉള്ള ആളാണ് ഈ ജെയിൻ ഡോ എന്ന് പറയുന്നത്. ജെയിൻ ഡോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വിറ്റ്നസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നത്. ജെയിൻ ഡോയും പറയുന്നത് ഇതേ തന്നെ, ഫ്രീക്ക് ഓഫ് 2 ദിവസമല്ല 3 ദിവസമല്ല 4 ദിവസം വരെ പോയ ഫ്രീക്ക് ഓഫുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, മെയിൽ എസ്കോട്ട്, ഫീമെയിൽ എസ്കോട്ട്, പിന്നെ ജെയിൻ ഡോ. അപ്പോൾ ഈ വിയർനെസ് തന്നെ ഇയാൾക്ക് ഇങ്ങനെ ഇത് ചെയ്യണം, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് കാരണം ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ഭയങ്കര അൾട്രാ റിച്ചാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ ആൾക്കാരനെയാണ്. അതായത് നമ്മളൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം എന്ത് വേണമെങ്കിൽ കിട്ടും. സോ അപ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ്? ആൾക്കാർ. ഒരാൾ നമ്മുടെ കൂടെ വരണം, അയാൾക്ക് നമ്മളോട് ഒരു ഇത് തോന്നുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അയാളെ നമ്മുടെ ആ ഒരു പവർ മൂവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് തരാം ഇത് തരാം നിങ്ങളുടെ വലിയ ആർട്ടിസ്റ്റ് ആക്കാന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടണം. ഇതന്നെയാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. അതിപ്പോൾ ജെയിൻ ഡോ ആയാലും കാസി ആയാലും ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിമോണിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ബ്രയാന എന്ന് പറഞ്ഞിട്ടുള്ള കാസിയുടെ ഒരു ഫ്രണ്ടൊക്കെ ടെസ്റ്റിമോണി ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് 17ാമത്തെ നില ബാൽക്കണിയിൽ നിന്ന് എന്നെ താഴേക്കിടാൻ നോക്കി, എന്നെ കാലിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു, ഒരു 10-30 സെക്കൻഡ് എൻ്റെ ജീവൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രയാന വന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത്രയും അപ്ഡേറ്റഡ് ആയല്ലോ, ഇനിയിപ്പോൾ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് കോൺസ്പിരസി ആംഗിൾ? അപ്പോൾ ബില്യണറായി ഡിഡി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചുമ്മാ ബില്യണർ, ഇപ്പോൾ റാപ്പും ഈ റെക്കോർഡ് ലേബലൊക്കെ കൊണ്ട് ബില്യണർ ആയിട്ടുണ്ടാവും. പക്ഷേ ഒത്തിരി പണിയാണ് ബില്യണറൊക്കെ ആവാൻ. ബില്യണർ എന്ന് പറഞ്ഞാൽ അറിയാലോ എത്ര മില്യൺസ് വേണമെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും ആവാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഡീല് വേണം. ആപ്പിളിൻ്റെ ഡീല് കൊണ്ടാണ് ഡോക്ടർ ഡ്രെയൊക്കെ ബില്യണറായത്, ബീറ്റ്സൊക്കെ വിറ്റിട്ട്. അപ്പോൾ അതുപോലെ ഒരു ബ്രാൻഡ് ഉണ്ട് ഡിഡിയുടെ, സിറോക്ക് വോഡ്ക. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. സിറോക്ക് വോഡ്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ഡിഡിയുടെ ബ്രാൻഡാണിത്. ഡിയാജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് അത് ഓൺ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കമ്പനി ആയിരുന്നു അവർ ഡിഡി ആയിട്ടൊരു 50-50 പാർട്ട്ണർഷിപ്പിൽ ചേർന്നിട്ട് ഡിഡി അതിനെ പ്രൊമോട്ട് ചെയ്തു, അവരത് മാനുഫാക്ചർ ചെയ്തു. ഓക്കെ, അത് വളർന്ന് വലിയ കമ്പനി. ഈ ഡിഡി പാർട്ടീസ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ സ്പോൺസേഴ്സ് സിറോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതായത് ഇതൊരു കൾച്ചറാക്കി എടുത്തു സിറോക്ക്, ഒരു പാർട്ടി എന്നുള്ളൊരു വൈബിൽ. ആ സിറോക്കിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത്, സിറോക്ക് ഇപ്പോൾ ഭയങ്കര സെയിൽസുള്ള $1 ബില്യൺ കമ്പനിയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഷെയർ ഡിയാജിയോലിൻ്റെ സിറോക്കിൻ്റെ ഷെയർ ഡിഡിക്ക് ഉള്ളതുകൊണ്ടാണ് ഡിഡി ബില്യണറായത്. ഓക്കെ, അല്ലാണ്ട് ഈ റെക്കോർഡ് ലേബിൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ബില്യണർ ആവാനൊക്കെ ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരും. അപ്പോൾ സിറോക്ക് ബ്രാൻഡ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറോക്ക് ബ്രാൻഡും ഈ കഴിഞ്ഞ ജനുവരിയിൽ സിറോക്ക് ബ്രാൻഡും ഡിഡിയും കൂടെ അടിച്ച് പിരിഞ്ഞു. ഡിഡിയാണ് ആ കേസ് കൊടുത്തത് ഡിയാജിയോനെതിരെ. സിറോക്കിൻ്റെ കമ്പനി, ഒറിജിനൽ കമ്പനി ആയിട്ടുള്ള ഡിയാജിയോനെതിരെ കേസ് കൊടുത്തു.
ഞാൻ എൻ്റെ ഭാഗമെല്ലാം ചെയ്യുന്നുണ്ട്, ഇവർ നമ്മൾ എഴുതിയ ഡീലുണ്ടല്ലോ ആ ഡീലൊന്നും ഇവർ നോക്കുന്നില്ല, അതിൽ നിന്ന് പല കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു. ആ കേസ് കോടതിയിൽ വന്നിട്ടില്ല, ഒത്തുതീർപ്പായി. ഒത്തുതീർപ്പാവാന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യാന്ന് പറയും. എത്ര എമൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നില്ല, റൂമേഴ്സും കാര്യങ്ങളും പറയുന്നത് അപ്പാരൻ്റ്ലി $1 ബില്യൺ സെറ്റിൽമെൻറ്റ് ചെയ്തു ഡിഡിക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, $1 ബില്യൺ കൊടുത്തു, അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡിനെ പെട്ടെന്ന് ഇത്രയും അലിഗേഷൻസും ഇത്രയും കേസും ഇത്രയും പ്രശ്നങ്ങളും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കാൻ ഒരു കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊറാലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ മൊറാലിറ്റി ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നടപ്പ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഈ ഒരു സെറ്റിൽ ചെയ്തല്ലോ, സെറ്റിൽ ഈ ഒരു പൈസ $1 ബില്യൺ ഡിഡിക്ക് കൊടുത്തു, ഈ കേസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഈ മൊറാലിറ്റി ക്ലോസ് ഈ കേസിലുണ്ടാവും, ഈ ഡീലിലുണ്ടാവും. അപ്പോൾ ഈ മൊറാലിറ്റി ക്ലോസിനെ കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫെഡറൽ കേസ് വേണം, സാധാ കേസ് പോരാ. സാധാ കേസ് എന്ന് അമേരിക്കയിൽ സാധാ കേസ് എന്ന് പറഞ്ഞാൽ ഈ പെറ്റി കേസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ പോരാ. ഫെഡറൽ കേസ് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്. ഈ റീക്കോ, ഇപ്പോൾ ഈ റാക്കറ്റീറിങ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ റാക്കറ്റീറിങ്, സെക്സ് ട്രാഫിക്കിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് മെയിലിങ്, അങ്ങനത്തെ കേസുകളില്ലേ, അത് കുറച്ച് ഹെവി കേസാണ്. അങ്ങനത്തെ കേസ് വന്നാൽ ഈ നല്ല നടപ്പ്, ഈ മൊറാലിറ്റി സംഭവം ഉണ്ടല്ലോ, അത് കോൺട്രഡിക്റ്റ് ആവും, ആ ഡീല് ക്യാൻസലാവും. നിങ്ങൾക്ക് അപ്പോൾ അതിന് മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ ടൈമിംഗ് ഉണ്ടല്ലോ, ഈസ് വെരി ഓഫ്. അതായത് ആ ജനുവരിയിൽ ഇവർ സെറ്റിൽ ചെയ്തു, സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഡിഡി അകത്തായി. അടുത്ത കൊല്ലം ഡിഡി കോടതി കയറി. ഡിഡിയുടെ രഹസ്യങ്ങൾ ഇനി ഒന്നും രഹസ്യമല്ല, പരസ്യമാണ്, എല്ലാവർക്കും അറിയാം. ഡിഡിനെ മാനം കെടുത്തി. മേ ബി പണ്ട് ഈ ഡിഡിയൊക്കെ ആയിട്ട് ഡീല് സൈൻ ചെയ്യുമ്പോൾ ഡിയാജിയോ എന്ന് പറഞ്ഞ ചെറിയൊരു കമ്പനിയായിരുന്നേ. ഇന്ന് അത് അത്ര ചെറിയ കമ്പനിയല്ല, അവർക്ക് വേറെയും ബ്രാൻഡ്സ് ഉണ്ട്, വേറെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. ഡിയാജിയോൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക്. ഡിയാജിയോ ലിക്കർ ബ്രാൻഡ്, ജോണി വാക്കർ അവരുടെയാണ്. ബെയ്ലീസ്, ഡോൺ ഹൂലിയോ അവരുടെയാണ്. സ്മിർനോഫ് അവരുടെയാണ്. ടാങ്കുറി അവരുടെയാണ്. ക്യാപ്റ്റൻ മോർഗൻ അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇത്രയും ബ്രാൻഡ്സ് ഇവരുടെയാണ്. പണ്ട് ഇതൊരു ചെറിയ കമ്പനിയായിരുന്നു ഈ സിറോക്കോ ആയിട്ട് വന്നപ്പോൾ, പക്ഷെ ഇന്നങ്ങനെയല്ല. അപ്പോൾ മേ ബി ഒരു കോൺസ്പിറസി ആംഗിൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാൻ ഈ ഒരു കാരണമാണ് ഇപ്പോൾ എല്ലാവരും നോക്കി കാണുന്നത്. കാരണം ആ മൊറാലിറ്റി ക്ലോസ് കാരണം ഇയാളുടെ പൂട്ടാൻ, ആ ഡീലൊന്ന് ക്യാൻസൽ ചെയ്ത് ആ $1 ബില്യൺ കൊടുത്ത്, ബില്യൺ ആണെന്ന് പറയുന്നു, ഇപ്പോൾ എത്ര ബില്യൺ ആണെന്ന് അറിയില്ല, ചിലപ്പോൾ അത്രയും കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കാരണമായിരിക്കും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പോക്കാനുള്ള കാരണം. ഇതാണ് ഡിഡി ട്രയൽസിൽ ഇവിടെ നടക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ യുവർ ഓൺ. കാരണം എല്ലാം കൂടി പറഞ്ഞാൽ നാളെ ഇനി ആ സെക്കൻഡ് എപ്പിസോഡ് ചെയ്യാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഫുള്ള് ഒരു മോണിറ്റൈസേഷനും ഇല്ല, ഈ ഓരോ വാക്കുകളൊക്കെ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നിങ്ങൾ തപ്പിയെടുക്കുക. ഇഷ്ടംപോലെ വിയേർഡ് ഫാൻറ്റസീസാണ് ഈ ചങ്ങായിക്ക്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിവർ പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയും പബ്ലിക്കായിട്ട് ഈ കോർട്ടിനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം അനൗൺസ് ചെയ്യുമ്പോഴേ ഇറ്റ് ഫീൽസ് വിയേർഡ്. കേൾക്കുന്ന നമുക്കും അവർക്കും ഓഫ് കോഴ്സ് വിയേർഡായിരിക്കും, പക്ഷെ എന്നാലും ഇത് വെരി വിയേർഡാണ് സംഭവം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നിപ്പിളുടെ കാര്യം പറഞ്ഞില്ല, അതാണ് ഒരു സംഭവം. പിന്നെ അതുപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പോൾ ഡിഡി ട്രയൽസ് നമുക്ക് എന്തായാലും സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാം. അതിൻ്റെ ഇനി അപ്ഡേറ്റ്സ് വരും. ഇപ്പോൾ ജെയിൻഡോ കയറിയിട്ടുള്ളൂ വിറ്റ്നസ്സിൽ, ഇനി ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കയറുമ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്ത് വരികയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഡിഡിയുടെ കാര്യങ്ങൾ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഇഫ് യു ലൈക്ക് ദിസ് ഫോർമാറ്റ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.